നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയുന്ന ദിവസം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 8-ാം തീയതി കേസിൽ വിധി പറയാനാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടന്നത്. പല കോടതികളായി നടന്ന നിയമ പോരാട്ടമായിരുന്നു. ഈ നിയമ പോരാട്ടങ്ങളിലെല്ലാം ഭാഗമായ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് ഇപ്പോൾ 24-നൊപ്പമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായൊരു നിയമ പോരാട്ടം നടന്ന ഒരു കേസ്, അതിന്റെ വിധി പറയുന്നതിന് വേണ്ടി തീയതി തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത മാസം 8-നാണ് ആ കേസിൽ വിധി പറയുന്നത്. അസാധാരണമായിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു. ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പല ചർച്ചകളിലും നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മള് കമ്മ്യൂണിസ്റ്റുകാരാണ്, അപ്പോൾ നമ്മള് ഭൗതികവാദികളാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, പ്രകൃതിയുടെ ഒരു കയ്യൊപ്പുള്ള ഒരു കേസാണ്. കാരണം എന്താ വെച്ചാല് ഈ കുട്ടി നിരപരാധിയാന്ന് മാത്രമല്ല വിക്ടിമേ. പക്ഷെ ഈ കുട്ടി എന്തോ തെറ്റ് ചെയ്യും. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ, നമ്മളുടെ സൊസൈറ്റി ഭയങ്കര സിവിലൈസ്ഡ് ആണെന്നും ഭയങ്കര പുരോഗമനപരമാണെന്നും നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റി അങ്ങനെയല്ല. അത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സൊസൈറ്റി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ ആളുകൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പെൺകുട്ടിയുടെ കുഴപ്പങ്ങളാണ്. അത് തന്നെയാണ് ഈ കേസിലും ആദ്യം മുതലുണ്ടായത്. പല ആളുകളും, പത്രപ്രവർത്തകരായിട്ടുള്ള പല ആളുകളും ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്കെതിരായിട്ടുള്ള കഥകള്, ഈ പ്രതിഭാഗം ഉണ്ടാക്കുന്ന കഥകളുടെ ചാരി നിന്നുകൊണ്ട് അതിനെ കേട്ട് ആസ്വദിച്ച് ഈ കുട്ടീനെ അക്യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അവര് വളരെ ബോധപൂർവം സൊസൈറ്റിയിൽ ആകെ അവര് പടർത്തി. ഞങ്ങളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലും വക്കീലന്മാരുടെ ഇടയിലും ജഡ്ജിമാരുടെ ഇടയിൽ തന്നെ അത് പടർത്തി. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നതും നമ്മൾ ഇതിന്റെ ഒരു ഫൈറ്റിലേക്ക് വരുന്നതും. പിന്നെ ഞാൻ തന്നെ ജുഡീഷ്യറി ഈ ഒരു നമ്മുടെ മെമ്മറി കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, അതില് ടാമ്പർ ചെയ്യപ്പെടുന്നു, അതിന്റെ ഹാഷ് വാല്യൂ മാറുന്നു, അത് പുറത്തറിയുന്നു. അതിൽ ഞങ്ങൾ നടത്തുന്ന ഒരു ഫൈറ്റിനെ, അതിനെ തികച്ചും കോടതിക്കെതിരെ ഞാൻ എന്ന നിലയിലേക്കാണ് പ്രതിഭാഗം വക്കീലന്മാര് പ്രചരിപ്പിച്ചത്. കോടതിക്കുള്ളിലും അവരുടെ അവർ കണ്ടസ്റ്റ് ചെയ്തതും അവരുടെ കണ്ടൻഷനും യഥാർത്ഥത്തിൽ അതായിരുന്നു. ഞാൻ കോടതിക്കെതിരെ, പക്ഷെ ഞാൻ കോടതിക്കെതിരായിരുന്നില്ല. ഞാൻ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും ഇവിടെ നീതി കിട്ടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് പല പല ഘട്ടങ്ങളും പലതരത്തിലുള്ള സാധ്യതകളുമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തില് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നീതി ഉറപ്പാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണം, വേറൊരു സോഴ്സും ഇല്ലല്ലോ, കിട്ടണം എന്ന നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാം. ആ ഫൈറ്റിൽ നമ്മൾ ഏറ്റവും ഇവിടത്തെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നീതിപീഠത്തിലുള്ള ആളുകൾക്കെതിരെ വരെ നമ്മൾ അവിടെ പോയി നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അവര് നമ്മളെ പേഴ്സണലി എന്നെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുകയാണ്. അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ജുഡീഷ്യറിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറി തെറ്റ് തിരുത്തണം. കാരണം ജുഡീഷ്യറി അല്ലാതെ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നീതി കൊടുക്കുന്ന ഈ സംവിധാനം വേറെ എന്താ ഉള്ളത്? അപ്പൊ അങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ടും അതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വക്കീലന്മാർക്കും കഴിയണം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. മറ്റു പല കോടതികളിലായി നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിധി പറയുമ്പോൾ എന്താണ് നമുക്ക് ആശ്വാസകരമായ ഒരു വിധി പ്രതീക്ഷിക്കാൻ കഴിയും? അല്ല, ഇതിപ്പോ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര റിലാക്സ്ഡാണ്. ഞങ്ങൾ ശരിക്കും ടെൻഷനിൽ തന്നെ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മളൊരു ആർഗ്യുമെന്റ് നോട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു 8 മാസമായിട്ട് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ വിധി പറയും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം. ഞാനിപ്പോ ആ പെൺകുട്ടിയെ വിളിച്ച് ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ അവൾക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസമാണ്. ഒരു സൈഡിൽ നമ്മൾ ഭയങ്കര ടെൻഷനും മറുവശത്ത് നമുക്കൊരു ഭയങ്കര ആശ്വാസവുമാണ് ഇതിൽ തോന്നുന്നത്. ഒരു ഡേ വരികയാണല്ലോ. ഇതിന്റെ നിയമ പോരാട്ടം 8-ാം തീയതി കൊണ്ട് അവസാനിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തുടർന്നുള്ള നീക്കങ്ങൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ കോടതികളിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. സംബന്ധിച്ച് ഞങ്ങള് സുപ്രീം കോടതി വരെ പോകും. അതാണല്ലോ ലാസ്റ്റ് കോടതി. നമ്മൾ അവിടം വരെ പോകും. അതിൽ ഒരു തർക്കവും ഇല്ല. പലതുകൊണ്ടും ഈ വിധി പല ആളുകൾക്കും നിർണായകമാണ്. ജുഡീഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു വിധിയാണ്. പിന്നെ ഈ ഇപ്പോ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത ആളുകളുണ്ട്, അവർക്കെതിരായിട്ടുള്ള ശിക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരും.
നമ്മൾ കാത്തിരിക്കാം. 12 പേർ കൂറുമാറി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സാക്ഷികൾ, തെളിവുകൾ എല്ലാം വളരെ നിർണായകമാണ്. വിധി പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ. വളരെ കുറഞ്ഞ ഒരു എണ്ണമാണ് ഈ 12 എന്ന് പറയുന്നത്. 12 ഏതാണ്ട് 500ഓളം വരുന്ന സാക്ഷികളിൽ 12 പേരല്ലേ കൂറുമാറിയുള്ളൂ എന്നാണ്. കൂറുമാറിയ പലരും തിരിച്ച് പ്രോസിക്യൂഷന് അനുകൂലമായി ഈ 3ാം ഘട്ടത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അസാധാരണ സംഭവങ്ങൾ തന്നെയാണ്. ഒരിക്കലും ഒരു കേസിൽ ഒരാൾ കൂറുമാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾ തിരിച്ചു വന്ന് സത്യം പറയുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായ കാര്യമാണ്. ഈ വർഷങ്ങളായി നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളൊക്കെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൈഫിൽ ഞാൻ ഞങ്ങളിതൊക്കെ നമുക്ക് പറയാം, വിധി വന്നതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. ലൈഫിൽ ഞാൻ ഈ 2.5 വർഷക്കാലം നേരിട്ടത് ഭയങ്കര പ്രതിസന്ധികളാണ്, ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി. നമ്മളൊരു സാധാരണ രീതി തല്ല, കൊല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നടന്നത്. അതിനേക്കാൾ ചീപ്പായതും അതിനേക്കാൾ പൊതുസമൂഹവും ഒരു വിശ്വസിക്കാത്ത നിലയിലുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് പിന്നീട് പറയേണ്ടി വരും. പറയാം. വിധി അപ്പോൾ എല്ലാവർക്കും വളരെ നിർണായകമാണ്. അതെ, തീർച്ചയായിട്ടും വിധി നിർണായകമാണ്. നീതി കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കേണ്ട. ആ തെളിവുകളെ കണ്ടില്ലെന്ന് നടിക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു കോടതിക്ക് കഴിയില്ല. ഇനി അപ്രീഷിയേറ്റ് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ലീഗലായിട്ടേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ലീഗലായിട്ട് പോകാം. അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ ഈ നിമിഷവും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, പല പല കോടതികൾ കയറിയ നിയമ പോരാട്ടം, അസാധാരണമായ നിയമ പോരാട്ടം തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടന്നത്. എന്തായാലും ഡിസംബർ 8-ാം തീയതി ആ വിധി വരുമ്പോൾ പ്രതീക്ഷയുണ്ട്. ആ വിധി അനുകൂലമാകുമെന്ന് തന്നെയാണ് നിയമ പോരാട്ടം നടത്തിയ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.